എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭജഗോവിന്ദത്തിലെ അവസാനത്തെ ശ്ലോകമായ 31ാമത്തെ ശ്ലോകം വിവരിക്കുകയാണ്. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. തസ്മൈ ശ്രീ ഗുരവേ നമഃ. തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഭജഗോവിന്ദത്തിലെ 31ാമത്തെ ശ്ലോകം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതേ ദ്രുഗിങ്കരണേ. ഭജഗോവിന്ദത്തിലെ 31ാമത്തെ ശ്ലോകം. ഗുരുചരണാംബുജ നിർഭരഭക്തഃ സംസാരാദചിരാൽഭവമുക്തഃ സേന്ദ്രിയമാനസനിയമാദേവം ദ്രക്ഷ്യസി നിജഹൃദയസ്ഥം ദേവം. ഗുരുചരണാംബുജ നിർഭരഭക്തഃ സംസാരാദചിരാൽഭവമുക്തഃ സേന്ദ്രിയമാനസനിയമാദേവം ദ്രക്ഷ്യസി നിജഹൃദയസ്ഥം ദേവം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഗുരുചരണാംബുജ നിർഭരഭക്തഃ. ഗുരുചരണാംബുജങ്ങളിൽ വർദ്ധിച്ച ഭക്തിയുള്ള ഹേ ശിഷ്യ, സേന്ദ്രിയമാനസ നിയമാത് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും സംയമിച്ച് അചിരാൽ സംസാരാത് മുക്തഃ ഭവ. വൈകാതെ തന്നെ നീ സംസാരത്തിൽ നിന്ന് മുക്തനായി ഭവിക്കട്ടെ. ഏവം ഇങ്ങനെ നിജഹൃദയസ്ഥം ദേവം ദ്രക്ഷ്യസി, സ്വഹൃദയസ്ഥനായ പരമാത്മാവിനെ നീ ദർശിക്കും, അല്ലെങ്കിൽ സാക്ഷാത്കരിക്കും. ആധ്യാത്മിക തീർത്ഥയാത്രയിൽ ശിഷ്യൻ്റെ മാർഗം സുഗമമാക്കി തീർക്കുന്നത് ഗുരുഭക്തിയാണ്. ഗുരുവിൽ ശ്രദ്ധയും ഭക്തിയുമുള്ള ശിഷ്യൻ സാധനയിൽ വളരെ എളുപ്പത്തിൽ പുരോഗതി പ്രാപിക്കും. മനുഷ്യ മനസ്സിൻ്റെ അത്ഭുതാവഹമായ ഒരു ഉത്കൃഷ്ട ശക്തിയാണ് ശ്രദ്ധ. കാണാത്തത് ഉണ്ടെന്ന് വിശ്വസിക്കാനുള്ള ഒരു കഴിവുണ്ടല്ലോ, അത് ഉള്ളതു തന്നെ എന്ന അനുഭവത്തിൽ നിങ്ങളെ അവസാനം കൊണ്ടു ചെന്നെത്തിക്കുന്ന ആ ആസ്തിക്യ ബുദ്ധിയാണ് സെന്റ് അഗസ്റ്റിൻ ശ്രദ്ധയ്ക്ക് നൽകിയിരിക്കുന്ന സുന്ദരമായ നിർവചനം ശ്രദ്ധേയമാണ്. അതായത്, നമുക്ക് അനുഭവമില്ലാത്ത ഒന്നിനെക്കുറിച്ച് അനുഭവമുള്ള ഒരാൾ പറയുമ്പോൾ അത് ശരിയായിരിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. ആ ആസ്തിക്യ ബുദ്ധിയുടെ ഫലമായി മുമ്പ് അജ്ഞാതമായിരുന്ന അത് നമ്മുടെ അനുഭവത്തിൽ വരികയും ചെയ്യുന്നു. യാതൊരു ആസ്തിക്യ ബുദ്ധി മൂലം കേട്ടത് സ്വാനുഭവമായി തീരുന്നുവോ ആ വിശ്വാസമാണ് ശ്രദ്ധ എന്നർത്ഥം. ഗുരു പറയുന്നത് നമുക്ക് പെട്ടെന്ന് പിടികിട്ടില്ല, എങ്കിലും അതിലെ യുക്തി നമ്മുടെ ബുദ്ധിയെ കൊണ്ട് അത് അംഗീകരിപ്പിക്കും. ഒരാശയത്തെ നമ്മുടെ ബുദ്ധി അംഗീകരിച്ചു എന്നിരിക്കട്ടെ, സ്വാഭാവികമായും നമുക്കതിൽ വിശ്വാസം ജനിക്കും. നേരിട്ട് അനുഭവിക്കാൻ അല്ലെങ്കിൽ കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ബുദ്ധിക്ക് വിശ്വാസം വന്ന ആശയത്തിൽ പിടിച്ചു നിൽക്കാനുള്ള മനസ്സിൻ്റെ കഴിവാണ് ശ്രദ്ധ. ശ്രദ്ധയുടെ സഹായത്താൽ വിശ്വാസം അചിരേണ അനുഭവമായി മാറും. ശ്രദ്ധാവാൻ സസുഖം ലക്ഷ്യത്തിലെത്തിച്ചേരാം. ഗുരുവിൽ ഭക്തിയും ഗുരുവാക്യത്തിൽ ശ്രദ്ധയുമില്ലാത്ത ശിഷ്യൻ അന്ധനും ബധിരനും ഉടന്തനുമായ യാത്രക്കാരനെ പോലെ വഴിയിൽ കിടന്ന് വിഷമിക്കുകയേ ഉള്ളൂ. ഒട്ടും വൈകാതെ സംസാരത്തിൽ നിന്ന് മുക്തനായി ഭവിക്കൂ എന്ന ജഗദ്ഗുരുവിൻ്റെ ആശീർവാദം സ്വശിഷ്യന്മാരെ മാത്രമല്ല, ആധ്യാത്മിക മാർഗത്തിൽ ചരിക്കുന്ന ലോകത്തിലെ എല്ലാ സാധകന്മാരെയും ഭാവിയിലെ സത്യാന്വേഷികളെയും ഒക്കെ ഉദ്ദേശിച്ചുള്ളതാണ്. മറ്റെവിടെയോ വെച്ച് ഏതെങ്കിലും കാലത്തിൽ നേടേണ്ട ഒന്നല്ല, മറിച്ച് ഇവിടെ വെച്ച് ഇപ്പോൾ തന്നെ സാധിക്കാവുന്ന ഒന്നത്രേ മുക്തി.
ഈ വസ്തുതയെ സൂചിപ്പിച്ചുകൊണ്ട് അദ്വൈതാചാര്യൻ വീണ്ടും അനുഗ്രഹിക്കുന്നു. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കിയാൽ സ്വഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈശ്വരനെ നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാം. ശിഷ്യന്മാർ മാത്രമല്ല, ആചാര്യന്മാരും സ്വഗുരുവിൽ ഭക്തിയും വിശ്വാസവും അർപ്പണഭാവവുമുള്ളവരായിരിക്കും. ഗുരുചരണാംബുജ നിർഭര ഭക്തൻ എന്ന് ശിഷ്യനെ വിശേഷിപ്പിക്കുന്ന ശ്രീശങ്കരൻ തന്നെ ഗുരുഭക്തി പ്രകടമാക്കുകയല്ലേ ചെയ്യുന്നത്. ഭജഗോവിന്ദം ഭജഗോവിന്ദം എന്ന് പാടുമ്പോൾ സ്വന്തം ഗുരുവായ ഗോവിന്ദാചാര്യരെ ശ്രീശങ്കരൻ പ്രണമിക്കുന്നുണ്ടാവണം. ഈശ്വരനെ സൂചിപ്പിക്കാൻ ഗോവിന്ദ ശബ്ദം ആചാര്യസ്വാമികൾ തിരഞ്ഞെടുത്തത് അത് സ്വന്തം ഗുരുവിൻ്റെയും കൂടി പേരായതുകൊണ്ടാവാം. ഗുരുവിൻ്റെ പ്രാധാന്യം ഉപനിഷത്തുക്കളും വെളിപ്പെടുത്തുന്നുണ്ട്. പരമാത്മതത്വം അറിയാനായി സാധകൻ ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായി ഗുരുവിനെ സമീപിക്കട്ടെ എന്ന് മുണ്ടകോപനിഷത്ത് നിഷ്കർഷിക്കുന്നു. ആചാര്യനില്ലാതെ ആധ്യാത്മിക മാർഗത്തിൽ പുരോഗതിയുണ്ടാവില്ല. ആചാര്യവാൻ പുരുഷോ വേദ. ആർക്ക് ആചാര്യനുണ്ടോ അവൻ പരമാത്മതത്വം സാക്ഷാത്കരിക്കുന്നു എന്ന വാക്യത്തിലൂടെ ഛാന്തോഗ്യോപനിഷത്തും പ്രഖ്യാപിക്കുന്നുണ്ട്. ശ്രീ ശങ്കരകൃതികളിൽ വളരെ ചെറിയ ഒരു ഗ്രന്ഥമാണ് ഭജഗോവിന്ദം. ആന്തര പ്രചോദനത്തിൻ്റെ ഉച്ചകോടിയിൽ വിഹരിക്കുമ്പോൾ ഉദാത്ത ചിന്തകൾ അത്യന്തം ലളിതമായ ഭാഷയിൽ പകർത്താൻ ആധ്യാത്മിക ആചാര്യന്മാർക്ക് അസാമാന്യ പാടവമുള്ളതായി കാണാം. പാണ്ഡിത്യഗർവമുള്ള വിമർശകന്മാർ അത്തരം വിശിഷ്ട കൃതികളെ ചെറുഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിലാണ് പെടുത്തുക. ഭാഷയുടെ ലാളിത്യവും ശബ്ദത്തിൻ്റെ മാധുര്യവും വൃത്തത്തിൻ്റെ ഭംഗിയും സംഘം ചേർന്ന് ആലപിക്കുമ്പോഴുള്ള സംഗീതാത്മകമായ ലഹരിയും സുഖവും കാരണം ഭജഗോവിന്ദത്തിന് ഈ നാട്ടിൽ വളരെയേറെ പ്രചാരം ലഭിച്ചിട്ടുണ്ട്. അടുത്ത കാലം വരെയും ഭാരതത്തിൻ്റെ ഏത് ഭാഗത്തു പോയാലും ഇതിലെ ശ്ലോകങ്ങൾ ചൊല്ലുന്നത് കേൾക്കാമായിരുന്നു. കുട്ടികളെ ആകർഷിക്കുന്ന, മുതിർന്നവരെ രസിപ്പിക്കുന്ന, വിവേകികളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന സ്തോത്രരൂപത്തിലുള്ള ഈ സുന്ദര പ്രകരണം ദാർശനികന്മാർ പോലും ആസ്വദിക്കുന്നു. സാധകന്മാർ ഇതിനെ വേണ്ട വിധം പ്രയോജനപ്പെടുത്തി ജീവിതം ധന്യമാക്കുകയും ചെയ്യുന്നു. 1000-ലധികം കൊല്ലങ്ങളായി നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലിരിക്കുന്ന ഈ വിശിഷ്ട കൃതി അസംഖ്യം ചെവികളിലെത്തിയപ്പോൾ പല പദങ്ങൾക്കും മാറ്റം വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികം മാത്രമാണ്. 2 പ്രസിദ്ധീകരണങ്ങളെടുത്ത് ഒത്തുനോക്കിയാൽ പലയിടത്തും വ്യത്യാസങ്ങൾ കാണാം. പല പാഠങ്ങൾ ഉള്ളതിൽ ഏറ്റവും യുക്തമെന്ന് തോന്നിയതിനെയാണ് നാം ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ഇതിൽ 31 ശ്ലോകങ്ങളാണുള്ളത്. ആദ്യത്തേത് പല്ലവിയാണ്. സത്സംഗത്തിൽ അത് എപ്പോഴും എല്ലാവരും ഒന്നിച്ച് പാടുന്നു. ബാക്കിയുള്ളവ ഓരോന്നായി ആരെങ്കിലും ചൊല്ലിക്കൊടുക്കുകയും മറ്റുള്ളവർ ഏറ്റു ചൊല്ലുകയും ചെയ്യും. പല്ലവിക്ക് ശേഷം വരുന്ന ആദ്യത്തെ 12 ശ്ലോകങ്ങൾ 2 തൊട്ട് 13 വരെ ആചാര്യസ്വാമികൾ സ്വയം രചിച്ചുവെന്നും തുടർന്നുള്ള 14 ശ്ലോകങ്ങൾ 14 തൊട്ട് 27 വരെ ആചാര്യസ്വാമികളെ കാശിയാത്രയിൽ അനുഗമിച്ചിരുന്ന 14 ശിഷ്യന്മാർ ഒരാൾ 1 വീതം രചിച്ചു എന്നുമാണ് വിശ്വസിക്കപ്പെട്ടു വരുന്നത്. ഇതിൽ ഇന്ന ആൾ രചിച്ചത് ഇന്ന ശ്ലോകമാണ് എന്ന് നിശ്ചയിക്കാൻ മതിയായ തെളിവുകളൊന്നുമില്ല. കാലത്തിൻ്റെ ഒഴുക്കിൽപ്പെട്ട് എല്ലാം സമ്മിശ്രമായ മട്ടിലാണ് കിടപ്പ്. ചില ഐതിഹ്യങ്ങളെ ആധാരമാക്കി ഏതാണ്ട് നിർണയിക്കാനേ ഇന്ന് നിവൃത്തിയുള്ളൂ. പ്രചോദിതരായ ശിഷ്യന്മാരിൽ നിന്ന് നിർഗളിച്ച ചിന്താബന്ധുരങ്ങളായ പദ്യങ്ങൾ കേട്ട് സന്തുഷ്ടനായിട്ടെന്നോണം ശ്രീ ശങ്കര ഭഗവത്പാദർ അവസാനമായി 4 ഉത്കൃഷ്ട ശ്ലോകങ്ങൾ കൂടി 28 മുതൽ 31 വരെ ചേർത്ത് സാധക ലോകത്തെ ആകെ ആശീർവദിച്ചുകൊണ്ട് വിശിഷ്ടമായ ഈ വേദാന്ത പ്രകരണത്തെ മംഗളമായി ഉപസംഹരിക്കുന്നു. സദ്ഗുരുവിൻ്റെ അനുഗ്രഹാശിസ്സുകൾ സദാ നമ്മിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കട്ടെ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം തത്സത്. ഓം ശ്രീ ഗുരുവേ നമഃ. ഓം ശ്രീ ഗുരുവേ നമഃ. ഓം ശ്രീ ഗുരുവേ നമഃ. സർവം കൃഷ്ണാർപ്പണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ.